ഇത് മധുരയിലുള്ള സിനി സുവായ് റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ മൾട്ടി കുസിൻ റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിനിമ തീം റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചെന്നാൽ അവിടെ തമിഴ്നാടിൻ്റെ ആക്ടേഴ്സ് ആക്ട്രസ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് അതുപോലെ പോസ്റ്ററൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അതൊരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. അതുപോലെ ഇത് 10 മണിക്ക് ക്ലോസ് ചെയ്യും. ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ് സംഘം റോഡ്, സിമ്മക്കൽ, മധുരൈ മെയിൻ, മധുരൈ കുന്തോട്ടം, തമിഴ്നാട്. ഇതാണ് അതിൻ്റെ അഡ്രസ്സ്. അതുപോലെ ചെന്ന് കയറുമ്പം തന്നെ അവിടെ ഒരു ട്രെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിൻ കാണുമ്പോൾ ശരിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആണോ എന്ന് വരെ സംശയിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ട്രെയിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെയിൽവേ സ്റ്റേഷൻ. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തൂടെ പോകുന്നതായിരിക്കും റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒറിജിനലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ. അത് നമുക്ക് ഈ ഒറിജിനലാണെന്ന് തന്നെ തോന്നുമ്പോൾ നോക്കി ആ റെയിൽ പാളമൊക്കെ മറ്റേ മെറ്റലൊക്കെ ഇട്ട് ഉറപ്പിച്ച് നല്ല റെയിൽ പാളം. അതുപോലെ ഈ ഒരു ട്രെയിനിൻ്റെ പുറത്ത് പാൻട്രി കാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ചെന്ന് കയറുമ്പോഴേ നല്ലൊരു കാഴ്ചയാണ്. നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുവരെ നമ്മൾ കുറേ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ ഇങ്ങനെ കണ്ടില്ല. നോക്കിയേ, ഒരാൾ പോകുന്ന കണ്ടോ. ഈ പുള്ളിക്കാരന് ഇങ്ങനെ പ്രത്യേക തരത്തിലൊക്കെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനാണ് മെനു ബുക്ക് കൊണ്ടു കൊടുക്കുന്നത്, അതുപോലെ പൈസ വാങ്ങുന്നത്, വെള്ളം കൊണ്ടു കൊടുക്കുന്നതൊക്കെ ആ പുള്ളിക്കാരൻ. അപ്പോൾ അതിന് പ്രത്യേക ഒരു രസമാണ്. ആ രസം ഒരു വലിയ ഹാളാണ്. അപ്പോൾ അതിനകത്താണ് ഈ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ചെന്നുടനെ തന്നെ നമുക്ക് പ്ലേറ്റ് കൊണ്ടുവച്ച്. ഇത് നമ്മൾ ഓർഡർ ചെയ്തില്ല, ഓർഡർ എടുക്കാൻ ആരും വന്നില്ല, പക്ഷെ ആദ്യമേ പ്ലേറ്റ് കൊണ്ടുവെക്കും. അപ്പോൾ അതൊരു നല്ല കാഴ്ച. നോക്കിയേ, ഒരു ബൈക്കിൻ്റെ മോഡൽ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ പണ്ടത്തെ കോളാമ്പി തൂക്കിയിട്ടിരിക്കുന്നു. അതുപോലെ കാർ, അംബാസഡർ കാറ്, അത് അതിനകത്തും റെസ്റ്റോറൻ്റാണ്, അതിനകത്ത് ഇരുന്ന് കഴിക്കാം. അതുപോലെ കുറേ കാറുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. ആ പുള്ളിക്കാരൻ പോകുന്ന കണ്ടോ, മെനു കാർഡൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടോ ആൾക്കാരിരുന്ന് കഴിക്കുന്നത് കണ്ടോ, പാൻട്രി കാർ. ഇത് അകത്തെ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രെയിൻ. നമ്മൾ ആദ്യം കണ്ടത് വെളിയിലാണ്. നോക്കിയൊരു ഫിയറ്റ് കാറല്ലേ ആണ്, അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആൾക്കാരിരുന്ന് കഴിക്കുന്നുണ്ട്. അതുപോലെ സിനിമാ നടിമാരുടെയൊക്കെ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഐസ്ക്രീം, വിവിധ തരത്തിലുള്ള പല നിറത്തിലുള്ള ഐസ്ക്രീം, കുൽഫി, പലതരത്തിലുള്ള ഐസ്ക്രീം ഇവിടെ കിട്ടും. അതുപോലെ ജ്യൂസ്. അപ്പോൾ ആകപ്പാടെ ഒരു ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു 10 മണിയായപ്പോഴാണ് ചെന്നത്. 10 മണി എന്ന് പറയുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യുന്ന ടൈമാണ്. പക്ഷേ നമുക്ക് ഫുഡ് കിട്ടി. കണ്ടോ, ഇപ്പോഴും ആ പ്ലേറ്റ് അവിടെ വെച്ചിരിക്കുക. ഓർഡർ എടുക്കാനൊന്നും ആരും വന്നില്ല. അതൊരു രസമാണ്. സാധാരണ ഓർഡർ എടുത്തെല്ലാം കഴിഞ്ഞിട്ട് പ്ലേറ്റ് വരുന്നത്. ഇവിടെ ആദ്യം പ്ലേറ്റ് വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞാൻ ചെയ്തത് നൂഡിൽസാണ്. അവർ വേറെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. രസമാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ ഫുള്ളാണ്. നമുക്ക് സീറ്റേ കിട്ടിയില്ല. പിന്നെ നമുക്ക് അവസാനമാണ് സീറ്റ് കിട്ടിയത്. കുറേ ആൾക്കാരുണ്ട് അവിടെ സെർവ് ചെയ്യാനായിട്ട്. നല്ല മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളി. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പെൺകുട്ടികളൊക്കെ എപ്പോഴും കുറി തൊട്ട് ഭയങ്കര രസമായിട്ടല്ലേ അവർ നിൽക്കുന്നത് കാണാം. ഒരു ശാലീന സൗന്ദര്യമല്ലേ ഈ തമിഴ്നാട്ടിലെ കുട്ടികൾക്ക്. കേരളത്തിലും അങ്ങനെ തന്നെ, പക്ഷേ അവിടെ ഒരു പ്രത്യേകത, എപ്പോഴും കുറിയൊക്കെ തൊട്ട് മുല്ലപ്പൂവൊക്കെ ചൂടി അടിപൊളിയായിട്ട് നിൽക്കുന്നത്. നോക്കിയേ, കാറിനകത്തിരുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കാറിൽ സ്ഥലമില്ലാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ കാറിലോ ട്രെയിനിലോ പോയിരുന്ന് കഴിച്ചു. പക്ഷെ അവിടെ സ്ഥലമില്ല. നോക്കി, ഇവിടെ എല്ലാം സിനിമ പോസ്റ്റേഴ്സാണ് കേട്ടോ. പഴയ ആൾക്കാരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തുള്ള ആൾക്കാരുടെ സിനിമ പോസ്റ്റേഴ്സ് വെച്ചിരിക്കുകയാണ്. ഇത് രസമാണ്, അടിപൊളി, ഒരു പ്രത്യേക വൈബ്, സൂപ്പർ ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ. അതുപോലെ പലതരത്തിലുള്ള കേക്കുകൾ, പലതരത്തിലുള്ള ബിസ്ക്കറ്റ്, അതൊക്കെ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. വൈബ്രൻറ്റ് കളേഴ്സാണ് എല്ലായിടത്തും. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും മഞ്ഞ കളറാണ്. എൻ്റെ ഒരു ഫേവറിറ്റ് കളറാണ് മഞ്ഞ. അപ്പം മഞ്ഞ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് മഞ്ഞ കാണുമ്പോൾ. ഭയങ്കര രസമാണ്. അതുപോലെ റോസ്, അങ്ങനത്തെ നല്ല സൂപ്പർ കളേഴ്സാണ് അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ഒരു അട്രാക്ഷനാണ്. പെട്ടെന്ന് ഈ മഞ്ഞ കളറിലോട്ടൊക്കെ നമ്മുടെ കണ്ണ് ചെല്ലും. അപ്പോൾ അത് ഭയങ്കര രസം. അതുപോലെ അവിടെ സെർവ് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളുടെ ടീഷർട്ടൊക്കെ മഞ്ഞയാണ്. അപ്പം
അടിപൊളിയാണ്. ഓൾമോസ്റ്റ് ഭയങ്കര എല്ലാം കൂടെ ഒരു കളർഫുള്ളാണ്. അപ്പം ഭയങ്കര രസമാണ്. ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് വാഷ് ഹാൻഡ്സ് ഏരിയ ആണ്. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. അപ്പം അവിടെയും സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പോസ്റ്റർ വെച്ചിരിക്കുക. അപ്പം ആകെപ്പാടെ സിനിമയാണ്. നോക്കിയാൽ ആ മനുഷ്യൻ അങ്ങോട്ട് പോകും. അപ്പം ഞങ്ങൾക്ക് ഫുഡൊക്കെ വന്നു, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. കണ്ടോ, മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ. അവർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിക്കുകയാണ്. ഞാനാണ് സാത്തുക്കുടി സോറി, അതിൻ്റെ ജ്യൂസാണ് കുടിച്ചത്. അതുപോലെ ഈ പാത്രത്തിലാണ് പൈസ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ബില്ലും ഈ ഒരു മുട്ടായും കൂടെ വരും. അപ്പം നമ്മൾ ഈ മുട്ടായി എടുത്തിട്ട് ബില്ലും പൈസയും കൂടെ ഇതിനകത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഫെബാച്ചിയും സച്ചിനും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം റെസ്റ്റോറൻറ്റ് ഒഴിഞ്ഞു കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങി. അപ്പം ഞങ്ങളും പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ്. തൊട്ടടുത്തുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നല്ലൊരു വൈബായിരുന്നു, നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു, അടിപൊളി. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പം മധുര വരുമ്പോഴത്തേന് ഇത് മിസ് ചെയ്യരുത്. ഈ റെസ്റ്റോറൻറ്റ് സിനി സുവൈ. നോക്കിയേ, ഇവിടെ ഈ ബസ്സിൻ്റെ സീറ്റ് പോലുള്ള സീറ്റാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കയറി വരുമ്പോഴത്തേന് അതിൽ റോഡ് സൈഡിലാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും. അതുപോലെ ഒരു ചെറിയ ഓട്ടോറിക്ഷ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ അതിനകത്ത് ഓട്ടോറിക്ഷയിലൊക്കെ കയറി. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന സിനി സുവൈ ജംഗ്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അടിപൊളി. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മധുര വരുമ്പോഴത്തേന് ഈ റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യല്ലേ. ഓക്കേ, ബൈ.